This will be the last time we are seeing Christian Cole in this show. Hello all, welcome to the Discuss Point. House of the Dragon Season 3 Episode 6-ന്റെ ട്രെയിലർ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ എപ്പിസോഡ് 6-ന്റെ ട്രെയിലർ ഒന്ന് ഡീകോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എപ്പിസോഡ് 6-ന്റെ ട്രെയിലറിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മൾ കാണുന്നത് വെയിലുള്ള ഈറി കാസിലാണ്. ആൻഡ് കാസിലിനകത്തുള്ള മൂൺഡോറിന്റെ സൈഡിലായിട്ട് ലേഡി ജെയിനും ഒരു സോൾജറും നിൽക്കുന്നുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒരാൾ അലറുന്നതായിട്ട് കേൾക്കാം. ഈ മൂൺഡോർ വഴി ആരോ വീഴുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് അതിന് തൊട്ടടുത്ത സീനിലായിട്ടാണ് റെയിനെ വെയിലിലെ സോൾജേഴ്സ് കാസിലിനകത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടും കാണുന്നത്. ആൻഡ് ഈ രണ്ട് സീൻ ഇവിടെ ക്ലബ് അപ്പ് ചെയ്ത് കാണിച്ചത് വ്യൂവേഴ്സ് റെയിന ആ മൂൺഡോർ വഴി വീഴുന്നതായിട്ട് ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആ ഒരു കൺഫ്യൂഷൻ തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഫസ്റ്റ് സീനിൽ വീഴുന്ന ആളുടെ സൗണ്ട് ഒരു മെയിൽ വോയിസ് ആയിട്ടാണ് തോന്നുന്നത്. സോ അത് റെയിനയല്ല. അതിന് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഡെയ്മൻ അവിടുത്തെ ഷെപ്പേർഡിന്റെ തലയും കൊണ്ടാണ് കിങ്സ് ലാൻഡിങ്ങിലേക്ക് തിരിച്ചു പോകുന്നത്. അതിന് ആ സീനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഷെപ്പേർഡിന്റെ തല ആകെ കത്തിക്കരിഞ്ഞ പോലെ ആയിട്ടാണ് ഉള്ളത്. സോ കറാക്ടേഴ്സ് ആയിരിക്കും അയാളെ ബേൺ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് അയാളുടെ ബോഡി റിമൈൻസ് ബാക്കി ഇവിടെ വെയിൽ തന്നെ വിട്ടിട്ടുണ്ടാവും. ആൻഡ് വെയിലിൽ ഇപ്പൊ ആകെ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഷീപ്പ് സ്റ്റീലർ ആണ്. അപ്പൊ ഷീപ്പ് സ്റ്റീലർ ആളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടായിരിക്കാം റെയിനെ വെയിലിലെ ഗാർഡ്സ് പിടിച്ചു കൊണ്ടുവന്നത്. അതിന്റെ മറ്റൊരു അസംഷൻ എന്താന്ന് വെച്ചാല് റെയിനെ ഷീപ്പ് സ്റ്റീലർ വിട്ട് മാറി നിൽക്കാൻ ചാൻസ് ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ ഷീപ്പ് സ്റ്റീലർ ഉണ്ടെങ്കിൽ വെയിലിലെ ഗാർഡ്സിനൊന്നും റെയിനെ ഒന്ന് പിടിക്കാനൊന്നും പറ്റില്ല. സോ പോസിബിളി റെയിന തന്നെ ഈറി കാസിലേക്ക് വന്നതായിരിക്കും. റെയിന ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ ഷീപ്പ് സ്റ്റീലർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഷീപ്പ് സ്റ്റീലർ കഴിച്ചതിന്റെ ബാക്കിയാണ്. സോ സപ്ലിമെന്റ്സിന് വേണ്ടി റെയിന കാസിലേക്ക് വന്നതായിരിക്കാനാണ് ചാൻസ് കാണുന്നത്. ഈ രണ്ട് സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇതിലൂടെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കണ്ടതാണ് ഡെയ്മൺ റെയിനെ അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഷീപ്പ് സ്റ്റീലർ വയലന്റ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വെയിലിലെ ഗാർഡ്സിന് റെയിനെ പിടിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. സോ മോസ്റ്റ് പ്രോബ്ലി രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷൻ തന്നെ ആയിരിക്കും എപ്പിസോഡ് 6 അവർ കാണിക്കാൻ ചാൻസ്. അതിന്റെ അടുത്ത സീനിലേക്ക് വരുമ്പോൾ ടൈലൻ ലാൻസ്റ്റർ ഒരാളുടെ ബോഡി ബെറി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് മോസ്റ്റ് പ്രോബ്ലി കഴിഞ്ഞ എപ്പിസോഡിൽ എയ്ഗോൺ കൊന്നിട്ടുള്ള ജാൻസന്റെ ബോഡി തന്നെ ആയിരിക്കും. ആൻഡ് അവര് ജാൻസന്റെ ബോഡി അവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എയ്ഗോൺ സസ്പീഷ്യസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ടൈലൻ ലാനിസ്റ്ററും ലോർഡ് ലാനിസ്റ്ററും കൂടെ സംസാരിക്കുന്നത് അവിടെ ഉള്ള ഒരാള് ജാൻസനോട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ജാൻസൺ അവര് സംസാരിക്കുന്നത് കേൾക്കാൻ പതുങ്ങി എയ്ഗോണിന്റെ അടുത്തേക്ക് എത്തുന്നതും എയ്ഗോൺ ജാൻസനെ കൊല്ലുന്നു. സോ ഓൾറെഡി ജാൻസൺ എയ്ഗോണിന്റെ അടുത്തേക്ക് പോകുന്ന അവിടെ ഒരാൾ കണ്ടിട്ടുണ്ട്. ജാൻസന്റെ ബോഡി അവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എയ്ഗോൺ ആണ് ജാൻസനെ കൊന്നതെന്ന് സസ്പീഷ്യസ് ആവും. അതുകൊണ്ടായിരിക്കും അവർ ആ ബോഡി അവിടെ അടുത്തുള്ള ഒരു കാർഡിൽ ബെറി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ആൻഡ് അടുത്ത സീനിലായിട്ട് നമ്മൾ ഓർമൺ ഹൈറ്റവറിനെയും ഡേറിൻ ടർഗറിനെയും കാണുന്നുണ്ട്. ആൻഡ് ആ സീൻ പോസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സർ ഗെയിൻ ഹൈറ്റവർ നിൽക്കുന്നതായിട്ട് കാണാം. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് നമ്മൾ കണ്ടതാണ് സർ ക്രിസ്റ്റ്യൻ ഗോൾഡ് ആർമി റിവർലാൻഡ് മെന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. ആ പ്ലാനിൽ നിന്ന് മാറി സർഗെയിൻ ഹൈറ്റവർ ടംബിൾട്ടണിലേക്ക് ഗ്രീൻസിന്റെ ആർമിയോട് ജോയിൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു വരുന്നതായി നമ്മൾ കണ്ടതാണ്. സോ സർഗെയിൻ ഹൈറ്റവർ ഓർമൺ ഹൈറ്റവറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഈ സീനിലൂടെ മനസ്സിലാക്കാം. ആൻഡ് അവർ സംസാരിക്കുന്നത് കണ്ടിട്ട് ഓർമൺ ഹൈറ്റവർ അദ്ദേഹത്തിന്റെ പ്ലാന് സർഗെയിൻ ഹൈറ്റവറിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പോസിബിളി സർഗെയിൻ ഹൈറ്റവർ ഓർമണ്ടിനോട് പറഞ്ഞിട്ടുണ്ടാവും റിവർലാൻഡ് മെന്നിനെ അവർക്ക് തടയാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ആൻഹെല്ലില് എയ്മണ്ട് ഇല്ല എന്നുള്ള കാര്യം ഓൾറെഡി റെയ്വൺ അയച്ചിട്ട് ഓർമൺ ഹൈറ്റവറിന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളതുമാണ്. ആ എയ്മണ്ട് ഇപ്പൊ എവിടെയാന്നുള്ളൊരു ഐഡിയയും അവർക്കില്ല. ആ എയ്മണ്ട് മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ബോറിസ് ബരാത്തിയോന്റെ ആർമി ഇതുവരെ ടംബിൾട്ടണിലേക്ക് എത്തിയിട്ടില്ല. സോ ഇനി എന്താണ് മുന്നോട്ടേക്കുള്ള പ്ലാൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഈ സീനിൽ തോന്നിയത്. ആൻഡ് ഗ്രീൻസ് ജയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് ഓർമൺ ഹൈറ്റവർ പറയുന്നത്. പിന്നെ അടുത്ത സീനിലേക്ക് വരുമ്പോൾ കിങ്സ് ലാൻഡിങ്ങിൽ ഒരു ഗോൾഡ് ക്ലോക്ക് സോൾജർ നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ സോൾജറെ ക്ലോസപ്പിൽ നോക്കുമ്പോൾ ഹെയർ വൈറ്റ് ഹെയർ ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഇത് 100% ഡെയ്മൺ ടാർഗറിയൻ തന്നെ ആയിരിക്കും. ലാസ്റ്റ് എപ്പിസോഡുകളിലായിട്ട് ഗോൾഡ് ക്ലോക്കിലുള്ള കുറെ സോൾജേഴ്സിനെ ഇൻക്ലൂഡിങ് സർ ലൂത്തറിനെ വരെ റെഡ് കീപ്പിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത ഗ്രീൻസ് ആർമി കൊന്നിട്ടുണ്ട്. സോ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഡെയ്മൺ തന്നെ ഒരു ബെയ്റ്റ് ആയിട്ട് അവരെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ആൻഡ് ഈ ട്രെയിലറിൽ തന്നെ വേറെ സീനില് റെനേറിയയുടെ സ്മോൾ കൗൺസിലിന്റെ ഒരു ചെറിയ പോർഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ഡെയ്മൺ പറയുന്നത് നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നപ്പോൾ അവരെല്ലാം കൊന്നു കളയേണ്ടതായിരുന്നു. ഇത് മോസ്റ്റ്ലി ടംബിൾട്ടണിനകത്തുള്ള ഓർമൺ ഹൈറ്റവറിനെയും അവരുടെ ആർമിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മിക്കവാറും ഡെയ്മൺ ടാർഗറിയൻ ഈ വേഷം മാറി നടന്നിട്ട് റെഡ് കീപ്പിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത ഗ്രീൻസിന്റെ ആളുകളെ പിടിച്ചിട്ടുണ്ടാവും. സോ ഇനി വെച്ച് താമസിക്കേണ്ട. സോ ടംബിൾട്ടണിലുള്ള ഓർമൺ ഹൈറ്റവറിനെയും ഗ്രീൻസ് ആർമിനെയും ഇപ്പം തന്നെ ഡ്രാഗൺസിനെ വെച്ച് അറ്റാക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനിയും ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്ത പ്ലാൻസ് എന്തെങ്കിലും പ്ലോട്ട് ചെയ്യും എന്നായിരിക്കും ഡെയ്മൺ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിനെ ആലിനോഫള് എതിർക്കുന്നുണ്ട്, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ അവർ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് പോലെ ആ സീന് കാണിക്കുന്നുണ്ട്.
ഈ സീൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതിയത് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഗ്രീൻസ് ആണ് ഈ ഗോൾഡ് ക്ലോക്സിനെ കൊല്ലുന്നതെന്ന് ഓൾറെഡി ഡേമണ് മനസ്സിലായിട്ടുള്ളതാണ്. സോ അതിന്റെ ഒരു ഫ്രസ്ട്രേഷനിൽ ടെമ്പിൾട്ടണിലെ ഗ്രീൻസിനെ മൊത്തം കൊല്ലാനാണ് പറയുന്നതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്ന് ആലോചിച്ചപ്പോൾ തോന്നി ഓൾറെഡി കിങ്സ് ലാൻഡിങ്ങിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത ആളുകൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിങ്സ് ലാൻഡിങ് വിട്ട് ടെമ്പിൾട്ടണിൽ പോയി അറ്റാക്ക് ചെയ്യുന്നത് സേഫ് അല്ല. ഇൻസൈഡ് ഇഷ്യൂസ് ഓൾറെഡി നടക്കുന്നുണ്ട്. സോ അത് ക്ലിയർ ചെയ്യാതെ അവർക്ക് കിങ്സ് ലാൻഡിങ് വിട്ട് പോയി ടെമ്പിൾട്ടണിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. സോ എപ്പിസോഡ് 6 ഡെയ്മൺ വെയിറ്റ് ചെയ്ത് നടന്നിട്ട് അവിടെയുള്ള ഗ്രീൻസിന്റെ സപ്പോർട്ടേഴ്സ് ഇൻഫിൽട്രേറ്റ് ചെയ്തവരെ മിക്കവാറും കൊന്നു കളയുന്നതായിട്ട് നമുക്ക് എപ്പിസോഡ് 6 കാണാൻ പറ്റുന്നതുണ്ട്. ആൻഡ് ഈ സീനിൽ വേറൊരു കാര്യം കൂടി നോട്ടീസ് ചെയ്തത് എന്താ വെച്ചാൽ ഈ സീനിൽ ഡെയ്മൺ ഗോൾഡ് ക്ലോക്സിന്റെ യൂണിഫോം ഇട്ട് നടക്കുമ്പോൾ ഡെയ്മൺ ഒരാൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ക്യാരക്ടറിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അതായത് 2 ഗോൾഡ് ക്ലോക്സിനെ കൊന്നെന്നുള്ള വിവരം ടെമ്പിൾട്ടണിലുള്ള ഓർമുണ്ടിന് റേവൺ അയക്കുന്നത് ഈ ഒരു ക്യാരക്ടറാണ്. പോസിബിൾ ഈ ഒരു ക്യാരക്ടർ ആയിരിക്കും കിങ്സ് ലാൻഡിങ്ങിലുള്ള ഗ്രീൻസിന്റെ മിഷൻ ലീഡ് ചെയ്യുന്നത്. സോ പുള്ളിനെ ഈ എപ്പിസോഡിൽ തന്നെ തീർക്കാനാണ് ചാൻസ്. ആൻഡ് ഈ ട്രെയിലറിൽ ഒരു സീനിൽ എയ്മണ്ട് ആലിസ് റിവേഴ്സിന്റെ അടുത്ത് ഒരു നീ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് റൊമാൻറ്റിക് ആംഗിള് ഷോ റണ്ണേഴ്സ് കൊണ്ടുവരുന്നതായിട്ടാണ്. അതിനാണ് ചാൻസ്. കാരണം ലാസ്റ്റ് എപ്പിസോഡിൽ എയ്മണ്ട് ആലിസ് റിവേഴ്സിനെ മദർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ബുക്കിലേക്ക് വരുമ്പോൾ ആലിസ് റിവേഴ്സും എയ്മണ്ട് തമ്മിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. സോ ഷോയിനും ആ ഒരു പ്ലോട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നതായിട്ടായിരിക്കും എപ്പിസോഡ് 6 നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വേറൊരു സീനും കൂടി ഇതിൽ ആഡ് ഓൺ ചെയ്ത് പറയാം. വേറൊരു സീനിലായിട്ട് എയ്മണ്ട് ഒരു കുതിരയുടെ അടുത്തായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മോസ്റ്റ് പ്രോബ്ലി എയ്മണ്ട് അവിടെ ആർൻഹലിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു വില്ലേജിലായിരിക്കും നിൽക്കുന്നത്. ആൻഡ് ആ കുതിരനെ എയ്മണ്ട് അവിടെ നിന്ന് മോഷ്ടിക്കാനുള്ള പരിപാടി ആയിരിക്കും. കാരണം വെയ്ഗാർ ഇപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ടാവാനുള്ള ചാൻസ് കാണുന്നില്ല. ആൻഡ് എയ്മണ്ടിനാണെങ്കിൽ അങ്ങനെ ഓപ്പൺ ആയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. കാരണം എയ്മണ്ടിന്റെ തലയ്ക്ക് റെനീറ ഒരു ബൗണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സോ എയ്മണ്ട് ആരെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എയ്മണ്ടിനെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടായിരിക്കും എയ്മണ്ട് പതുങ്ങി പതുങ്ങി പോകുന്നതെന്ന് തോന്നുന്നു. ആൻഡ് ഈ ട്രെയിലറിനകത്ത് ഒരു സീനിൽ ഹെലീനയെ കാണിക്കുന്നുണ്ട്. ഹെലീനയും ആലിസന്റും നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിലായിട്ട് കണ്ടതാണ്. റെഡ് കീപ്പിന്റെ അകത്തുള്ള സീക്രട്ട് പാസേജിന്റെ അകത്ത് കുടുങ്ങി കിടക്കുകയാണ്. സോ ഈ എപ്പിസോഡിലേക്ക് വരുമ്പോഴും അവർ ആ സീക്രട്ട് പാസേജിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹെലീനെ കാണിച്ച ആ സീനിന്റെ അകത്തുള്ള ലൈറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡാർക്കായ റൂമിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചാൽ കിട്ടുന്ന ഒരു ലൈറ്റിംഗ് മാത്രമാണ് ഈ സീനിന്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അതിന്റെ തൊട്ടടുത്ത സീനിൽ തന്നെ ആരോ ഒരാള് ഒരു ക്ലോത്ത് തുന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് വ്യൂവേഴ്സിനെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ റണ്ണേഴ്സ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് ഒറ്റനോട്ടത്തിൽ അത് ഹെലീന ചെയ്യുന്ന പോലെയാണ് തോന്നുക. അങ്ങനെയാണെങ്കിൽ ഹെലീന ആ ടണലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യൂവേഴ്സ് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്തതായിരിക്കും. പക്ഷെ ആ സീനിന്റെ ലൈറ്റിംഗ് കണ്ടിട്ട് എനിക്കത് ഹെലീന ചെയ്തതായിട്ട് തോന്നുന്നില്ല. കാരണം ഈ ഹെലീനെ കാണിച്ച സീനും ഇപ്പം ഈ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സീനും ഇത് രണ്ടും ലൈറ്റിംഗ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മോസ്റ്റ്ലി അത് ആലിസ് റിവേഴ്സ് ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാവാനും ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് സീനുകളിലായിട്ട് റെനീറയെ കാണിക്കുന്നുണ്ട്. റെനീറ അവിടെ അയൺ ത്രോണിൽ ഇരിക്കുന്നുണ്ട്. അവിടെ കുറെ സ്മോൾ ഫോക്സ് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കൂടിയതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഈ സീനിന്റെ ടോൺ കണ്ടിട്ട് അവിടെ റെനീറയുടെ അടുത്ത് പ്രശ്നങ്ങൾ പറയാൻ കൂടിയ സ്മോൾ ഫോക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇതൊരു സീനായിട്ട് തോന്നുന്നില്ല. സോ കിങ്സ് ലാൻഡിങ്ങിലെ പ്രോബ്ലംസ് റെനീറയെ അലട്ടുന്നതായിട്ടായിരിക്കും ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് വേറെ സീനിലായിട്ട് ടെമ്പിൾട്ടണിന്റെ മേലെ കൂടെ വെർമിത്തോർ റോം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് വെർമിത്തോറിന്റെ പുറത്ത് ഹ്യൂ ഹാമർ ഇരിക്കുന്നതായിട്ട് കാണുന്നില്ല. ആൻഡ് വേറൊരു സീനിലേക്ക് വരുമ്പോൾ ഹ്യൂ ഹാമർ അവിടെ ഒരു പുല്ലിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നതായിട്ടും ടെമ്പിൾട്ടണിന്റെ അകത്ത് ആരോ ഹ്യൂ ഹാമറിനെ കാണാൻ വരുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. ഇത് മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ബുക്കിലെ സ്റ്റോറി പോലെ തന്നെ ഹ്യൂ ഹാമർ ഗ്രീൻസിന്റെ സൈഡിലേക്ക് ടേൺ ചെയ്യാനുള്ള സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹ്യൂ ഹാമറിന്റെ വൈഫും അതുപോലെ തന്നെ മകളും ഇപ്പൊ ഇരിക്കുന്ന ടെമ്പിൾട്ടണിലാണ്. അതിന് ഹ്യൂ ഹാമറിന്റെ അടുത്തേക്ക് കുതിരവണ്ടി പോലെ എന്തോ ഒന്ന് അപ്രോച്ച് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. മോസ്റ്റ് പ്രോബ്ലി ഈ വരുന്ന വണ്ടിക്കകത്ത് ഹ്യൂ ഹാമറിന്റെ വൈഫോ അല്ലെങ്കിൽ മകളോ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. ഓർമൺ ഹൈറ്റവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ റെനീറയുടെ കൂടെയുള്ള ഹ്യൂ ഹാമറിന്റെ ഫാമിലിയോ ടെമ്പിൾട്ടണിലുള്ള കാര്യവും. ഓർമൺ ഹൈറ്റവറെ നമ്മൾ ഈ സീസണിൽ ത്രൂഔട്ട് എപ്പിസോഡുകളിൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഓർമൺ ഹൈറ്റവർ ഒരു അഗ്രസീവായിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു ആർമി ചീഫ് അല്ല, മറിച്ച് ഒരുപാട് പ്ലാൻസ് പ്ലോട്ട് ചെയ്യുന്ന ഒരു ടാക്ടീഷ്യനാണ്. സോ ഹ്യൂ ഹാമറിന്റെ ഫാമിലിനെ വെച്ചിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് ഹ്യൂ ഹാമറിനെ ഗ്രീൻസൺ സൈഡിലേക്ക് ആക്കാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും ഓർമണ്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ടാവുക. ഈ സിവിൽ വാറിന്റെ അകത്ത് ബ്ലാക്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവരുടെ ഡ്രാഗൺസ് ആണ്. ആൻഡ് വെർമിത്തോർ ആണ് അവരുടെ ഡ്രാഗൺസിലെ ഏറ്റവും വലിയ ഡ്രാഗൺ. സോ ആ ഡ്രാഗൺ ഗ്രീൻസൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഗ്രീൻസിന് വലിയൊരു അഡ്വാൻറ്റേജ് ആകും. സോ പോസിബിളി എപ്പിസോഡ് 6 അല്ലെങ്കിൽ 7
നമുക്ക് ഹ്യൂ ഹാമർ ഗ്രീൻസിന്റെ സൈഡിലേക്ക് അലൈ ചെയ്യുന്നതിൽ കാണാം. ആൻഡ് ഈ സീസണിന്റെ അകത്ത് ടോട്ടൽ 8 എപ്പിസോഡ് ഉണ്ടെന്നാണ് ഷോ റണ്ണേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എപ്പിസോഡ് 5ന്റെ ട്രെയിലറിന്റെ അകത്ത് നമ്മൾ ബാറ്റിൽ ഓഫ് ടംബിൾടണിന്റെ ഗ്ലിംസസ് കണ്ടിട്ടുണ്ട്. സോ ഈ സീസണിൽ തന്നെ ബാറ്റിൽ ഓഫ് ടംബിൾടൺ ഉണ്ടാവും എന്നുള്ളതിന് ഒരു കൺഫർമേഷൻ ആണ് എപ്പിസോഡ് 5ന്റെ ട്രെയിലർ. ആൻഡ് എപ്പിസോഡ് 5ന്റെ അകത്ത് നമ്മൾ ടംബിൾടണിലെ ബാറ്റിൽ കണ്ടിട്ടില്ല. ആൻഡ് HBO ഇതിന് മുമ്പുള്ള സീസണുകളിലായിട്ടും മിഡ് സീസൺ ആകുമ്പോൾ വീക്സ് അഹെഡ് ട്രെയിലർ ഇറക്കാറുണ്ട്. ഈ സീസണിൽ മൊത്തമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വ്യൂവേഴ്സിനെ ഒന്ന് ഹുക്ക് ചെയ്തിരുത്താൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് എപ്പിസോഡ് 5ന്റെ ട്രെയിലറിൽ അവർ ചെയ്തേക്കുന്നത്. സോ ബാറ്റിൽ ഓഫ് ടംബിൾടൺ ഈ സീസണിൽ ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും എപ്പിസോഡ് 8ന്റെ എൻഡിങ്ങിലായിരിക്കും ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടംബിൾടൺ അവർ ഷോക്കേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് സീസൺ 8 ഒരു ഹൈ മൊമെന്റിൽ എൻഡ് ചെയ്യും ചെയ്യാം. ആൻഡ് നമ്മൾ സീസൺ 3യുടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് കണ്ട പോലെ തന്നെ സീസൺ 4ന്റെ ഫസ്റ്റ് എപ്പിസോഡിലായിരിക്കും സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടംബിൾടൺ. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സീസൺ 3യിലെ ഫസ്റ്റ് എപ്പിസോഡിൽ കിട്ടിയ ഒരു ഹൈ പോലെ സീസൺ 4ന്റെ ഫസ്റ്റ് എപ്പിസോഡിലും ഒരു ഹൈ മൊമെന്റ് തന്നിട്ട് വ്യൂവേഴ്സിനെ ഷോയിലേക്ക് ഹുക്ക് ചെയ്ത് നിർത്താൻ ഷോ റണ്ണേഴ്സിന് പറ്റും. സോ അങ്ങനെ ആയിരിക്കും അവർ ഈ രണ്ട് ബാറ്റിൽസും ഷെഡ്യൂൾ ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഈ ട്രെയിലറിൽ നമുക്ക് ക്രിസ്റ്റ്യൻ കോളിനെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് പോസിബിളി ദിസ് വിൽ ബി ദ ലാസ്റ്റ് ടൈം വി ആർ സീയിങ് ക്രിസ്റ്റ്യൻ കോൾ ഇൻ ദിസ് ഷോ. കാരണം ബുക്കിലെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ബുച്ചേഴ്സ് ബോളിൽ വെച്ചിട്ടാണ് ക്രിസ്റ്റ്യൻ കോൾ കൊല്ല ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് സെർഗെയിൻ ഹൈറ്റവറിനോട് ക്രിസ്റ്റ്യൻ കോള് ഒരു ഹോണറബിൾ ഡെത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് റിവർ ലാൻഡ്മാൻസ് ആർമിനോട് ഫൈറ്റ് ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞാൽ കിങ്സ് ലാൻഡിംഗിലെ ഹീറോ ആയിട്ട് ക്രിസ്റ്റ്യൻ കോൾ അറിയപ്പെടുന്ന ക്രിസ്റ്റ്യൻ കോൾ പറയുന്നുണ്ട്. പക്ഷെ ബുക്കിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റ്യൻ കോളിന് അങ്ങനെ ഹോണറബിൾ ഡെത്ത് ഒന്നും കിട്ടുന്നില്ല. ക്രിസ്റ്റ്യൻ കോളിനും മെന്നിനും ഈ റിവർ ലാൻഡ്മാൻസ് ആർമി ആംബുഷ് ചെയ്യുന്നതായിട്ടും അവിടുന്ന് വേറെ വഴിയില്ലാതെ ക്രിസ്റ്റ്യൻ കോള് ആ ആംബുഷിൽ നിന്ന് ക്രിസ്റ്റ്യൻ കോളിന്റെ ആർമീനെ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്റ്റ്യൻ കോള് റിവർ ലാൻഡ്മാനിലുള്ള ആർമിയില് ഒരാളോട് 1-on-1 ഡ്യുവൽ ബാറ്റിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിന് അവർ അതിനെ അഗ്രി ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ക്രിസ്റ്റ്യൻ കോളിനെ അമ്പ് ചെയ്താണ് കൊല്ലുന്നത്. ക്രിസ്റ്റ്യൻ കോൾ വിചാരിച്ച പോലത്തെ ഒരു ഷോർട്ട് ഫൈറ്റിൽ എല്ലാ ക്രിസ്റ്റ്യൻ കോളും മരിക്കും. പക്ഷേ ഷോയിലേക്ക് വരുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ക്രിസ്റ്റ്യൻ കോളിന്റെ ഇമേജ് ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിട്ട് ഷോയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ട്രെയിലറിന്റെ അകത്തുള്ള ഒരു സീൻ എന്ന് വ്യക്തമാണ്. ക്രിസ്റ്റ്യൻ കോളിന്റെ ആർമിയിലുള്ള ഒരു കമാൻഡർ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ സൈന്യം ഓടി അടുക്കുന്നുണ്ട്. അതായത് ആംബുഷ് ചെയ്തതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സോ ബുക്കിലുള്ളത് പോലെ തന്നെ റിവർ ലാൻഡ്മാൻ ക്രിസ്റ്റ്യൻ കോളിന്റെ ആർമിയെ ആംബുഷ് ചെയ്യുന്നതായിട്ടായിരിക്കും ഷോയിലും കാണിക്കുക. പക്ഷെ ഇവിടെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിലറിൽ തന്നെ ക്രിസ്റ്റ്യൻ കോൾ ഈ റിവർ ലാൻഡ്മാന്റെ ആർമിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. സോ മോസ്റ്റ് പ്രോബ്ലി ഷോയില് ക്രിസ്റ്റ്യൻ കോളിന് ഒരു ഹോണറബിൾ ഡെത്ത് കൊടുക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് വിൽ ബി ദ ലാസ്റ്റ് ടൈം വി ആർ സീയിങ് ക്രിസ്റ്റ്യൻ കോൾ ഇൻ ദി ഷോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രെയിലറിന്റെ അകത്ത് എനിക്ക് മനസ്സിലായത്. ആൻഡ് നാളെ എപ്പിസോഡ് റിലീസാണ്. സോ ഹോപ്പ്ഫുള്ളി ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പിസോഡിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. See you guys on the next video.